ഹലോ ഹായ് നമസ്കാരം. ഞാൻ അഭിന. എല്ലാവർക്കും ഒരിക്കൽ കൂടി അബീസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ അത്തം കഴിഞ്ഞിന്ന് ചിത്തിരയായി. അപ്പോൾ നമ്മളുടെ ഡേ 2 ആണ്. അപ്പോൾ ഞാനൊരു ചെറിയൊരു വ്ളോഗ് പോലെ ആക്കിയിട്ടാണ് ഇന്ന് എടുത്തിരിക്കുന്നത്. അപ്പോൾ വ്ളോഗ് എന്ന് പറയാനൊന്നുമില്ല, എന്നാലും ചെറുതായിട്ടൊന്നും എന്തെങ്കിലുമൊക്കെ വേണ്ടേ, വെറും ഞാൻ പറയുന്നതായിട്ട് കാര്യമില്ലല്ലോ. അപ്പം നമ്മൾ ഇന്ന് കുറച്ചധികം ലേറ്റായി 7 മണിയായി എഴുന്നേൽക്കുമ്പോൾ. കാരണം എന്താ വെച്ചാൽ 5:30 ചെറിയ മോൻ കേശു എഴുന്നേറ്റ് അവൻ അപ്പം തുടങ്ങിയ പാല് കുടിക്കലാണ്. ഞാൻ എഴുന്നേൽക്കുമ്പോൾ അവൻ കരയും. അപ്പം അവനൊരു 6:45 ആയി അവനൊന്ന് ഉറങ്ങി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ 7 മണിയാകുമ്പോഴേക്കാണ് ഞാൻ എഴുന്നേറ്റിട്ട് വേഗം ഫുഡൊക്കെ റെഡി ആക്കിയത്. ചെന്ന് സാറ്റർഡേ ആണ്, പക്ഷേ മോനെ ക്ലാസ് ഉണ്ടായിരുന്നു. അവർക്ക് ആർട്സ് ഫെസ്റ്റും കുറച്ച് കാര്യങ്ങളൊക്കെ വന്ന് മുടക്ക് വന്നതുകൊണ്ട് ആ ഒരു കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ക്ലാസ് വെച്ചിട്ടുണ്ട്. LKG തൊട്ട് 8th വരെയുള്ള പിള്ളേർക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പം അവന് പോകേണ്ട കാരണം 8:05 8:10 നമ്മൾ കോട്ട വരുമല്ലോ. അപ്പോഴത്തേക്ക് അവൻ്റെ ഫുഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ലേറ്റായി. അപ്പം ഞാൻ ബിരിയാണിയാണ് ഉണ്ടാക്കി കൊടുത്തത്. ബിരിയാണി എല്ലാ റൈസും ചെമ്മീൻ്റെ കുറച്ചൊരു ഗ്രേവി ടൈപ്പ് ആക്കി കൊടുത്ത്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ബ്രെഡ്, എന്താ പറയുക, നമ്മുടെ പീനട്ട് ബട്ടർ വെച്ച് ബ്രെഡും ആക്കി കൊടുത്ത്. പിന്നെ രാവിലെ ഇവിടുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ചോക്കോസാണ് കൊടുത്തത്. വെച്ചാൽ കഞ്ഞിയാണോ രാവിലെ കുടിക്കാറുള്ളത്. അപ്പോൾ കഞ്ഞി വെന്തിട്ടുണ്ട്, വിസിൽ പോയിട്ടുണ്ടായില്ല. അപ്പോൾ അതൊക്കെ കാരണം ഞങ്ങൾ തട്ടിക്കൂട്ടി എങ്ങനെയോ സമയമാകുമ്പോഴേക്ക് ഞങ്ങൾ ഒപ്പിച്ചെടുത്തപ്പോൾ മുഴുവൻ വീഡിയോ ഒന്നുമില്ല. കുറച്ച് ഞാൻ റൈസ് ഉണ്ടാക്കുന്നതിൻ്റെ ചെറിയൊരു വീഡിയോ എടുത്തിട്ടുണ്ട്, അതിനേ ഉള്ളൂ. പിന്നെന്താ, അതൊക്കെ തന്നെയാണ് പറയാനുള്ളത്. അപ്പം നമ്മുടെ ഡേ 2 എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കാണാം. പൂക്കൾ അത്ര നന്നായിട്ടൊന്നുമില്ല, മനോഹരമായിട്ടൊന്നുമില്ല. വെച്ചാൽ 10 മണി ആയിട്ടുണ്ടായിരുന്നു. ആസ് യൂഷ്വൽ നമ്മുടെ ടൈം 10 മണി ആയിട്ടുണ്ടായിരുന്നു പൂക്കളം ഇട്ടപ്പം. പിന്നെ 10 മണി ആയതുകൊണ്ട് തന്നെ പിന്നെ പൂവ് അരിഞ്ഞിട്ടിടാനൊന്നും നിന്നില്ല, ജസ്റ്റ് പിച്ചിട്ട് ഇട്ടതാണ്. അപ്പോൾ ചെട്ടിപ്പൂവൊക്കെ പിച്ചിടുമ്പോൾ എങ്ങനെ ഉണ്ടായാലും ഭംഗിയെന്ന് നമുക്ക് ഊഹിക്കാമല്ലോ. അപ്പം പിന്നെ എന്താ, പിള്ളേരും ബഹളം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഉറക്കമൊക്കെ വന്നിട്ട് ഉറക്കം ശരിയായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ കാരണം വേഗം ഒരു തട്ടിക്കൂട്ട് പൂക്കളം ഇട്ടതാണ്, ഭംഗിയായിട്ടൊന്നുമില്ല. പിന്നെന്താ, അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ഇപ്പോൾ രാവിലെ തന്നെ കഞ്ഞിക്കൊക്കെ വെള്ളം വെച്ചതിന് ശേഷമാണ് നമ്മൾ ഗേറ്റൊക്കെ തുറക്കാൻ വന്നത്. അപ്പം 7 മണിയൊക്കെ ആവാനായിട്ട് മോന് രാവിലെ എഴുന്നേറ്റിട്ട് കുറച്ച് ബഹളവും കാര്യങ്ങളൊക്കെ ആയത് കാരണം പിന്നെയും മോന് പാല് കൊടുത്തൊക്കെ കിടക്കേണ്ടി വന്നു. അപ്പോൾ ആ ഗേറ്റൊക്കെ തുറന്ന് ഞാനും മോനും കൂടെ ഹോളിൽ, ഞങ്ങളകത്തായിരുന്നു കിടന്നത്. അപ്പോൾ അവൻ രാവിലെ കരച്ചിലായപ്പോൾ ഞാനും മോനും ഹോളിൽ വന്ന് കിടന്നാണ്. ഏട്ടനും കുഞ്ഞിയും അകത്തും. അങ്ങനെ പിന്നെ ചെന്നതാണ് നമ്മൾ കുക്കിങ്ങിന് വേണ്ടിയിട്ട്. വെച്ചാൽ മൂത്ത ആൾക്ക് ക്ലാസ് ഉണ്ട്. അപ്പോൾ അവൻ്റെ ക്ലാസ്സിന് വേണ്ട ചോറൊക്കെ എന്തായാലും ഇന്നിപ്പം നേരത്തെ ആവില്ല എന്നുള്ള കാര്യം തീരുമാനമായതുകൊണ്ട് ഞാൻ വേഗം നമ്മുടെ അരി, എന്താ പറയുക, ബിരിയാണീൻ്റെ അരി ഉണ്ടായിരുന്നു കുറച്ച്. അപ്പം ഞാൻ സമയമില്ലാത്തപ്പോൾ വേഗം അതൊക്കെ ചെയ്യാറുള്ളത്. ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പ്രിപ്പറേഷൻസിലേക്ക് കടന്നു. ഭയങ്കര ലേറ്റായി പോയിട്ടുണ്ടായിരുന്നു. 7 മണി ആയിട്ടുണ്ടായിരുന്നു എഴുന്നേറ്റ് വരുമ്പം തന്നെ. അപ്പം വേഗം നമ്മുടെ പാത്രം വെച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കാനുള്ള പരിപാടിയിലേക്ക് കടന്ന്. അപ്പം ആദ്യം അരി ഒന്ന് കഴുകിയിട്ട് നമ്മൾ വെള്ളം പോകാൻ വേണ്ടിയിട്ട് വാരാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചതാണ്. പിന്നെ ഒരു ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഒരു ഗ്ലാസ് അരിക്ക് കണക്കാക്കിയിട്ട് 2 ഗ്ലാസ്, ആ സെയിം ഗ്ലാസ്സിന് തന്നെ 2 ഗ്ലാസ് വെള്ളം. പിന്നെ അതിലൊരു പൊടിക്കൊരു അരയില്ല, ഒരു 2.25 കുറച്ചുകൂടെ കൂടുതൽ വെള്ളം കൂടിയാണ് എടുത്തത്. അപ്പം പിന്നെ നെയ്യാണ് ഒഴിച്ചത്, മിൽമയുടെ നെയ്യായിരുന്നു. അത് ഒഴിച്ച് എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് 2 പൂവും 2 ഗ്രാമ്പും ഒക്കെ ഇട്ടു. എന്നിട്ട് ക്യാരറ്റും നമ്മുടെ സവാളയും കൂടിയാണ് ഇട്ടത്. അപ്പം നോർമലി സവാള വഴറ്റിയതിന് ശേഷമാണ് ക്യാരറ്റ് ഇടാറുള്ളത്. അപ്പോൾ ഇന്നിപ്പോൾ ലേറ്റ് ആയത് കാരണം രണ്ടും കൂടെ ഒന്നിച്ചിട്ട് വഴറ്റുകയാണ്. എന്നിട്ട് അതിലേക്ക് പിന്നെ കുറച്ച് ഉപ്പൂടെ ആഡ് ചെയ്തു. സവാളയൊക്കെ കുത്തി ഉടയ്ക്കുക കേട്ടോ, ലേറ്റ് ആയത് കാരണമാണ് ഈ ധൃതിയും തിരക്കൊക്കെ കാണിക്കുന്നത്. അപ്പോൾ ഇതാ നന്നായിട്ട് വയറ്റി വന്നതിന് ശേഷം കുറച്ച് ഉപ്പ് ഇട്ട്. അപ്പോൾ നമ്മൾ എടുത്ത ഗ്ലാസും വെള്ളമാണ് കേട്ടോ കാണിക്കുന്നത്. ഈ ഒരു ഗ്ലാസ്സിനായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ സെയിം ഗ്ലാസ്സിന് 2 ഗ്ലാസും ഒരു 4 ഗ്ലാസും കൂടെ വെള്ളമാണ് എടുത്തത്. അപ്പോൾ നമ്മൾ ഈ ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത് ചില സമയത്ത് നന്നായിട്ട് ഇങ്ങനെ ഒട്ടിപ്പിടിച്ച പോലെ, ഇങ്ങനെ വെന്തരിഞ്ഞു പോയ പോലെയൊക്കെ റൈസായിപ്പോൾ. അപ്പോൾ അതാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഈ ഒരു വയറ്റുന്ന സവാളയും ക്യാരറ്റിൻ്റെയും കൂടെ തന്നെ നമ്മൾ ഈ ഒരു ബിരിയാണീൻ്റെ അരിയും കൂടെ ഇട്ട് വയറ്റുകയാണെങ്കിൽ നമുക്ക് എന്തായിരിക്കും, പെട്ടെന്ന് തന്നെ നന്നായിട്ട് നല്ലൊരു എന്താ പറയുക, പൊട്ടിപ്പിടിക്കാത്ത നല്ല രീതിയിൽ നമുക്ക് കിട്ടും. അപ്പം ഞാൻ തീ കുറച്ചിട്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ശ്രദ്ധിച്ചത് ആവാത്ത കാരണം നോക്കിയപ്പോഴാണ് ശ്രദ്ധിച്ചത്. അപ്പോൾ തീ വേഗം കൂട്ടി വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് വഴണ്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ അരി അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ്. രാവിലെ ഓൾറെഡി ലേറ്റ് ആയിരിക്കുന്നതിന് ഇടയിൽ കൂടിയാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത്. അപ്പം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം
നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. അപ്പം കുറച്ച് നല്ല ഒരു മുരിയുന്ന വരെ വെച്ചാൽ നല്ലോണം ഇതായിട്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് റൈസ് ഇങ്ങനെ ഒട്ടിപ്പിടിക്കാതെ കുറച്ചൊരു ഭംഗിയായിട്ട് നമുക്ക് കഴിക്കാനൊരു ടേസ്റ്റായിട്ട് എനിക്ക് കൂടുതൽ കിട്ടുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ വഴറ്റാൻ വേണ്ടി വെച്ചിട്ട് ഞാൻ ചെന്ന് ചെമ്മീൻ കുറച്ച് മോനെ മാത്രം കൊണ്ടുപോകാൻ വേണ്ടി കുറച്ച് ചെമ്മീനൊക്കെ വേണ്ടി എടുത്ത് വെച്ചപ്പം നോർമലി ഏട്ടൻ കൊണ്ടുവരുന്ന സമയത്ത് തന്നെ നമ്മൾ ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സമയം എടുത്തിട്ട് അങ്ങനെ നന്നാക്കി എടുക്കലാണ്. അപ്പോൾ ഇത് പേട്ട രാത്രിയായിരുന്നു കൊണ്ടുവന്നത്, അത് കാരണം നന്നാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ബിരിയാണിയിൽ ഇതാ വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കാൻ പോവുകയാണേ. അതുകൊണ്ട് നമ്മൾ വെള്ളമൊക്കെ അത് ഒഴിച്ച് ചോറ് വെച്ചിട്ടുണ്ട്. അപ്പം പെട്ടെന്ന് തന്നെ ആയിട്ടോ, കുറച്ച് ടൈം എടുത്തിട്ടുള്ളൂ. നന്നായിട്ട് വെന്ത് നമുക്ക് പാകത്തിന് തന്നെ കിട്ടിയിട്ടുണ്ട്. അത് വെന്ത് അളിഞ്ഞു പോവാതെ എന്താ പറയുക, അങ്ങനെ പരസ്പരം ഒട്ടി ഒരു ഇതില്ലാതെ വെച്ചാൽ നല്ല സൂപ്പർ സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ടൈം ഇല്ലാത്ത കാരണം വേറെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കാൻ നിന്നിട്ടില്ല. ബ്രെഡ് ചൂടാക്കിയിട്ട് പീനട്ട് ബട്ടറാണ് ചേർത്തത്. അവന് ജാമ് വലിയ താല്പര്യമില്ല. അപ്പോൾ പീനട്ട് ബട്ടറും ബ്രെഡും കൂടെ അതാക്കി. പിന്നെ റൈസിലേക്ക് നമ്മൾ കുറച്ച് മുട്ട ചിക്കി വറുത്തെടുത്തിട്ട് അതും റൈസിൽ ചേർത്തിട്ടുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് എന്താ പറയുക, അങ്ങനെ വേറെ പ്രത്യേകിച്ച് ചിക്കനൊന്നും ഇല്ലല്ലോ അത്. അപ്പോൾ അതിനൊരു കുറച്ചുകൂടി റൈസ് മാത്രം കഴിക്കുകയാണെങ്കിൽ ടേസ്റ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ കുറച്ച് ചെമ്മീൻ ഉണ്ടായിരുന്നത് വരട്ടി കുറച്ച് ഫ്രൈ വറുത്തതല്ല, ബിരിയാണീൻ്റെ കൂടെ കുറച്ച് ഗ്രേവി ടൈപ്പ് ആയിട്ടാണ് എടുത്തത്. അപ്പോൾ ഇത് വറ്റാൻ വെച്ചതാണ് അടുപ്പത്ത്. വറ്റി ഇതാ ഒന്നുകൂടെ നന്നായിട്ട് കുറുകി നന്നായിട്ട് കുറുകി വന്നതിന് ശേഷമാണ് അവന് കൊടുത്തത്. പിന്നെ ഏട്ടനുള്ള ചായ വെച്ചിട്ട് അമ്മയ്ക്കുള്ള ചായ വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വേഗം അവനെ റെഡിയാക്കി ഭക്ഷണം കൊടുത്ത് പാക്ക് ചെയ്ത് അപ്പോഴത്തേക്ക് കുഞ്ഞെഴുന്നേറ്റ്. അപ്പോൾ അവന് ഓട്ടം വരുമ്പോൾ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. പിന്നെ വേഗം മുറ്റടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അതാ കുളിച്ച് പൂവിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നും 10 മണി ആയിട്ടുണ്ട് നമ്മുടെ പൂവിടൽ പരിപാടി. അപ്പോൾ പൂവിടാൻ വേണ്ടി ഇരുന്നപ്പം അമ്മയും മക്കളൊക്കെ പുറത്ത് പണിയിലാണ്. കാരണം ഇന്ന് സാറ്റർഡേ വർക്ക് ഫ്രം ഹോമാണ് ഉണ്ടാവാറ്, പക്ഷെ ആൾക്കിന്ന് ഓഫീസിൽ പോകണമായിരുന്നു. പേട്ടൻ പോയിട്ടുണ്ട്. അപ്പോൾ ഇതാണ്ടേ ഇതൊക്കെ പൂവുകളും കുറച്ച് ഇലയൊക്കെ പറിച്ചുകൊണ്ട് വെച്ചാണ്. അപ്പം ഞാൻ പൂവിടുമ്പോൾ കുഞ്ഞ് വന്ന് അവിടെ ഇരിപ്പുണ്ട്. എനിക്ക് ഭയങ്കര ഉമ്മന്തരലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ മുറ്റത്ത് കളികളായത് കാരണം വലിയ ശല്യം ചെയ്യാൻ വന്നില്ല രണ്ടുപേരും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ പൂക്കളം. അപ്പോൾ ഡേ 2 ഇങ്ങനെയായിരുന്നു. വലിയ ആർഭാടങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പറ്റുന്ന പോലെ ഒക്കെ ഇട്ടതാണ്. പിന്നെ പൂവില്ലാത്തത് കാരണം അങ്ങനെ ആർഭാടിച്ചിടാനുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇത് നമ്മളെ ഷീറ്റിന് ലൈറ്റ് ഭയങ്കരമായിട്ട് പൂക്കളത്തിലേക്ക് അടിച്ചിട്ടാണെങ്കിൽ ആ ഒരു ഫോണിൽ ക്യാമറയിൽ എടുക്കുമ്പോൾ ആ ഒരു എഫക്റ്റും ഇല്ല. പിന്നെ ഞാൻ നോർമലി പൂ കട്ട് ചെയ്തിട്ടാണ് ഇടാറുള്ളത്, അരിഞ്ഞിട്ടാണ് ഇടാറുള്ളത്. എനിക്കിപ്പോൾ ഇവരായ പിന്നെ എനിക്ക് സമയം കിട്ടാത്തത് കാരണം ഞാനിങ്ങനെ തട്ടിക്കൂട്ട് പൂക്കളെടുത്തത്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഡേ 2 നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നാളെ ഡേ 3 ആണ്. സൺഡേ കൂടെ ആയതുകൊണ്ട് വീഡിയോ എങ്ങനെ എടുക്കും, കൊളാവും എന്താണെന്നൊന്നും അറിയില്ല, എടുക്കാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല. എന്നാലും ട്രൈ ചെയ്യാം. സൺഡേ എന്നോട് കുറച്ച് ലേറ്റായിട്ട് എഴുന്നേക്കുള്ളൂ. ഭയങ്കരമായിട്ട് ഇരുണ്ട് കിടക്കുന്നു, കറുത്ത് കിടക്കുന്ന പോലെ ഉണ്ട്. അപ്പം കുറച്ച് ലേറ്റായിട്ടൊക്കെ എഴുന്നേക്കുള്ളൂ. അപ്പോൾ എങ്ങനെയാവും എന്താവുന്നൊന്നും അറിയില്ല. പിന്നെ അമ്മയില്ല, നാളെ അവിടെ അമ്മ ചേച്ചീൻ്റെ വീട്ടിലേക്ക് പോവും. പിന്നെ സാറ്റർഡേ ആയതുകൊണ്ട് പിള്ളേർ ഉറങ്ങാനൊക്കെ ലേറ്റാവും, ഫിലിമൊക്കെ കണ്ടിട്ടൊക്കെ ലേറ്റ് ആവും. അപ്പോൾ രാവിലത്തെ കാര്യം എങ്ങനെയൊക്കെയാണ് എന്നൊന്നും അറിയില്ല. എൻ്റെ ഫ്രെയിംസൊക്കെ ഇരിക്കുന്നുണ്ടോ? അപ്പം അങ്ങനെയാണ്. അപ്പം നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അപ്പോൾ എന്താ, താഴെ പിള്ളേരെ ഉറക്കി കിടത്തിയതാണ്. അതിന് ശേഷമാണ് ഇൻട്രോയും ഔട്ട്രോയും ഒക്കെ എടുക്കാൻ വന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മുടെ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ ശുഭാപ്തി വിശ്വാസത്തോടെ ഞാൻ നിർത്തുന്നു. ബൈ.